ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യസുദിനങ്ങൾ, കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളിൽ നാം അഭിവൃദ്ധിപ്പെടുന്നു. കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലത്ത് നാം ധ്യാനിക്കുന്നത് ഈശോ കുരിശ് ചുമക്കുന്നതാണ്. അതിനിന്ദ്യവും ക്രൂരവും പ്രാകൃതവുമായ ഒരു ശിക്ഷാ രീതിയാണ് കുരിശിൽ തറച്ച് കൊല്ലുന്നത്. മരണത്തിന് മുമ്പ് നരകയാതനകളാണ്. മണിക്കൂറുകൾ കുരിശിൽ കിടന്ന് പിടഞ്ഞാണ് ഒരു വ്യക്തി മരിക്കുന്നത്. ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാനുള്ള കുരിശ് ആ വ്യക്തി തന്നെ ചുമന്നുകൊണ്ട് വരണം. ഈശോയെ കൊല്ലാനുള്ള കുരിശ് ഈശോയുടെ തോളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. 150 കിലോ ഭാരമുള്ള കുരിശാണ് ആ 33-കാരനായ ചെറുപ്പക്കാരൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തതെന്ന് ഓർക്കണം. കുരിശ് ചുമക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അനുദിന ജീവിതത്തിലെ കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവാനായിട്ട്. കുരിശ് ചുമന്ന് കാണിച്ചിട്ടാണ് പറഞ്ഞത് കുരിശെടുക്കാനായിട്ട്. പക്ഷെ ആർക്കും ഇന്ന് കുരിശ് ചുമക്കാനൊന്നും ഇഷ്ടമില്ല. അനുദിന ജീവിതത്തെക്കുറിച്ച് ഒട്ടും ഇഷ്ടമില്ല. നോമ്പുകാലത്ത് വേണമെങ്കിൽ തന്നെക്കാൾ വലിയ കുരിശും ചുമലിലേറ്റി മലയാറ്റൂർ മലയൊക്കെ കയറും. പക്ഷേ അനുദിന ജീവിതത്തിലെ കുരിശെടുക്കാൻ ആർക്കും ഇഷ്ടമില്ല. എന്തിന് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലെന്നേ. അവർക്ക് മക്കൾ വേണ്ട, കുടുംബം വേണ്ട. വിചിത്രമായൊരു കാരണം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? സ്വന്തം സ്വാതന്ത്ര്യം എന്തിന് മറ്റൊരാളുടെ മുന്നിൽ അടിയറ വയ്ക്കണം? എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം, തല ഉയർത്തി എവിടെയും നിൽക്കണം. ഇതൊക്കെ കുരിശാണെന്നേ. എന്തിനു കുരിശെടുക്കണം? പക്ഷെ കുരിശിൻ്റെ മുന്നിൽ മടിച്ചു നിന്നാൽ നമ്മൾ നിന്നുപോകും, പിന്തള്ളപ്പെടും. പക്ഷെ ഇതൊക്കെ ധീരമായി കുരിശെടുത്ത് തോളിലേക്ക് വെച്ചാൽ ആ കുരിശ് ചുമക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടും. നമ്മൾ ശക്തി ആർജിക്കും. നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിച്ചു വരും. അതുകൊണ്ട് കുരിശ് കണ്ട് അറച്ചു നിൽക്കരുത്. ഈശോയുടെ വാക്കുകൾ ഓർക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുക്കാം. കുടുംബം സജീവമാകട്ടെ, കുടുംബം ഉണ്ടാകട്ടെ, ദമ്പതികൾ ഒന്നിക്കട്ടെ, ധാരാളം മക്കളൊക്കെ ഉണ്ടാകട്ടെ, നല്ല ക്രിസ്തീയ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ. ആമേൻ.